ചെമ്മീൻ കൊണ്ടുള്ള ബജ്ജി അതാണ് കേട്ടോ ഇത്. കണ്ട വലിയ ചെമ്മീൻ. സൂപ്പർ മസാല. അതുപോലെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മാവിൽ കവർ ചെയ്തായിരിക്കാം, അതുകൊണ്ടാണ് ബജ്ജി എന്നുള്ള പേര്. കൂടാതെ ഇതുപോലെ സാലഡ് കിട്ടും, ഇതും കൂടെ ചേർത്താണ് കിട്ടുക. ഇതും നല്ല രസം, നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് നല്ല രസമാട്ടോ ഇത് കഴിക്കാൻ. ഇതെന്താണെന്നറിയോ? നോക്ക്, മനസ്സിലായോ? ഇതാണ് ഞണ്ട് കൊണ്ടുള്ള ബജ്ജി. ഇത് മാത്രമല്ല, നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടുള്ള പ്രോൺസ് ബജ്ജി, ചിക്കൻ ബജ്ജി, പലതരത്തിലുള്ള മീൻ വെച്ചിട്ടുള്ള മീൻ ബജ്ജി, അങ്ങനെ നോൺ വെജ് ബജ്ജികൾ മാത്രം കിട്ടുന്ന ഒരു കട. ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് പോണ്ടിച്ചേരിയിലുള്ളതാണ് ഇവിടുത്തെ പാട്ടി ബജ്ജി കട എന്ന് പറഞ്ഞിട്ട്. ഒരു മസാല എല്ലാത്തിനും സെയിം തന്നെയാണ്. ഉള്ളിലുള്ള മീറ്റ് അല്ലെങ്കിൽ ഇത് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ മീനിനായാലും ഇറച്ചിക്കായാലും എല്ലാത്തിനും മസാല സെയിം ആണ്. അത് സൂപ്പർ ഒരു മസാല കേട്ടോ. അൻപത്തൊന്ന് വർഷം ഇവിടെ തന്നെ. இடம் மாறவே இல்லை. விறகுல இருந்து மண்ணெண்ண அடுப்புல இருந்து கேஸ் உட்காந்துதான் போட்டேன். இப்போ உட்கார முடியாது. പോണ്ടിച്ചേരിയിൽ എവിടെ വന്നാലും ഇവിടെ വന്ന് ഒരു ബജ്ജി മേടിച്ച് കഴിച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് സ്വാദാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ പുറത്ത് വരുന്ന ആ കോട്ടിങ് മസാല, എന്നാ സ്വാദാണോ. ഞാൻ ശരിക്കും ക്രാബ് കഴിക്കാത്ത ഒരാളാണ്. എങ്ങനെ തന്നാലും ക്രാബ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴും വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കേണ്ടി വരുമ്പോൾ മാത്രം ജസ്റ്റ് കഴിക്കുള്ളൂ. പക്ഷെ ഇവിടെ ക്രാബിൻ്റെ ഒരു ബജ്ജി മേടിച്ചിട്ട് അതൊരെണ്ണം മൊത്തമായിട്ട് ഞാൻ കഴിച്ചു. എനിക്ക് അത്രയ്ക്ക് ആ ഒരു സ്വാദ് ഇഷ്ടപ്പെട്ടു. അത് ഷെല്ലോട് കൂടിയിട്ടാണ് ഇവർ വറുക്കുക. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അത് കടിച്ചാലൊക്കെ ഇങ്ങനെ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്, നല്ല ഞെരിഞ്ഞിങ്ങനെ കിട്ടും. അതല്ല ആ മീറ്റ് മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നിങ്ങളിത് വരുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരെ ഇവിടേക്കുള്ളൂ. സിറ്റിയിൽ തന്നെയാണ്. ഇവിടെ അമ്മ കട തുടങ്ങിയിട്ട് 51 വർഷമായി. ഇതേ സ്ഥലത്ത് തന്നെ 51 വർഷമായിട്ട് ആൾ ഈ കട നടത്തുന്നുണ്ട്. ഇപ്പോൾ വയ്യായികകളൊക്കെ ഉണ്ട്. ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടുവിന് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. 70 വയസ്സാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അവർ ആ രുചി അങ്ങനെ തന്നെ കൊടുക്കണോണ്ടല്ലേ കട ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോഴും 5 മണിക്ക് കട തുറന്നാൽ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. കട തുറക്കാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോഴേക്കും കടയിൽ വറക്കാൻ തുടങ്ങണേയുള്ളൂ. പക്ഷെ ആളുകളിവിടെ ക്യൂ ആണ്. അത്രയും ആ സ്വാദും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ അങ്ങനെ വന്ന് നിൽക്കുന്നത്. ഞായറാഴ്ച ആയാലും അവധിയില്ല. ഇവിടെ എല്ലാ ദിവസവും കട ഇവിടെ കാണും. ഇതാണ് ഫിഷ് ബജ്ജി. ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫിഷ് ബജ്ജിയൊക്കെ കണ്ടോ? മീൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ കണ്ടോ? ആവി പറക്കണവർക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പുറമേലത്തെ കോട്ടിംഗ് ആണ്. അത് കൊഞ്ച് കഴിച്ചപ്പോഴും ഞണ്ട് കഴിച്ചപ്പോഴും ഇപ്പം മീൻ മേടിച്ചപ്പോഴും എല്ലാത്തിനും ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്വാദ് എന്ന് പറയുന്നത് ഈ പുറത്തേക്കൂടെ പോകുന്ന കോട്ടിങ്ങാണ്. അതൊരു എനിക്കിങ്ങനെ മനസ്സിലാവുന്നില്ല. കുരുമുളകൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. നല്ല തിരക്കുണ്ട്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. നമ്മളിപ്പോൾ അതിൽ നോക്കിയിട്ടാണ് വന്നത്. പോണ്ടി പാട്ടി ബജ്ജി കട അങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ കിട്ടണ ഈ ഒരു സാലഡ്, അതല്ലാതെ ചമ്മന്തി, മുളക് ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എരിവായതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ. തക്കാളി, പിന്നെ ക്യാപ്സിക്കം, സവാള, കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുക. എന്നിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ ഇവിടെ വന്നപ്പോഴേ മുല്ലമുട്ട് ഇങ്ങനെ കെട്ടി കോർക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു. അപ്പോൾ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇച്ചിരി മേടിക്കോ. അവർ കെട്ടിക്കൊണ്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. 2 മുഴം പൂവിന് 50 രൂപ. നമ്മളവിടെ ഇതിനേക്കാളും കൂടുതലാണ് അല്ലേ മുല്ലമുട്ടിന്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് മേടിച്ചു. ഇതാ അപ്പോൾ അങ്ങനെ ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. റോക്ക് ബീച്ച് അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതിനൊരു അടയാളമാണ് ഒരു ഗാന്ധി പ്രതിമയൊക്കെ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോണ്ടിച്ചേരിയിൽ വന്നപ്പോഴും സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇന്ന് ആദ്യമായിട്ടൊക്കെ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ എല്ലാ തവണയും വന്നിട്ടുള്ളതാണ്. കുട്ടികളെ കൊണ്ട് വന്നപ്പോഴും അല്ലാതെയൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ. പഴയതിനേക്കാൾ ഇങ്ങനെ എത്രയൊന്നും പണിതിട്ടുണ്ടായിരുന്നില്ല.
അത് കുറേ പണിതു. ഇവിടെ ഇങ്ങനെ നിറച്ച് ഈ അറ്റം മൊത്തം അങ്ങനെ കല്ലുകൾ ഇട്ടിരിക്കും. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി ഇറങ്ങാൻ പറ്റണ വേറെ ഏതോ ഒരു ബീച്ച് ഉണ്ട്. അത് പക്ഷെ എവിടെയാണെന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പം ഈ ഉള്ള ഒരു സ്ഥലത്തും തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുപോലെ കല്ലുകൾ ഇട്ടിരിക്കുക. അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് താഴെ വരെ ഇറങ്ങി നിന്ന് നമുക്ക് കാഴ്ചയൊക്കെ കാണാം. അത്രേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇനി പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. എല്ലോടെ നിറയെ ബോഗൺവില്ലകൾ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അധികം നേരം നിൽക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പോണ്ടിച്ചേരിയിലെ ഏറ്റവും തിരക്കുള്ള സൂപ്പ് കിട്ടണ ഒരു ഷോപ്പാണ് കേട്ടോ. അത് ഷോപ്പ് എന്ന് പറയാനില്ല, നമ്മളെ തട്ടുകടയൊക്കെ പോലെ നിസാം സൂപ്പ് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട്. എന്തൊരു തിരക്കാന്ന് നോക്ക്. അത് നല്ലോണം ആളുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം അതിൻ്റെ ഒരു തിരക്കാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ സൂപ്പ്. മട്ടൻ സൂപ്പ്, മട്ടൻ ലെഗ് സൂപ്പ്. ഇവിടെ എന്താ പറയുക, ആട്ടിൻകാൽ പായ. പഠിച്ചു തമിഴൊക്കെ. ലൈവായിട്ട് സമൂസ വറുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടി തന്നെ 2-3 പേരെ നിർത്തിയിട്ടുണ്ട്. ഓരോ സെക്ഷൻ തീരുമ്പോൾ ഇതിങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ല് ചെയ്ത് അത് കഴിഞ്ഞ് ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കണം. കീമ സമൂസ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. കണ്ട ലെഗ് ഇങ്ങനെ വേറെ വെച്ചിട്ടില്ലേ, എന്നിട്ട് സൂപ്പ് അതിലേക്ക് ഒഴിച്ചു തരും. പക്ഷെ അതിനകത്തും ലെഗ് കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ചൂടാല്ലേ. മല്ലിയില, പുതിനയില, സ്പ്രിംഗ് ഒനിയൻ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആട്ടിൻകാൽ സൂപ്പ്. ഇതാ മട്ടൻ ലെഗ് സൂപ്പ്. കുടിച്ചു നോക്കാല്ലേ, നല്ല ചൂടാ. ആ വെറുതെ അല്ല ഇത്ര ഇടി ഇവിടെ. ഭയങ്കര തിരക്കാന്നേ, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. പോരാത്തതിന് ഇന്നലെയൊന്നും തുറന്നിട്ടുമില്ല കേട്ടോ, പെരുന്നാളൊക്കെ ആയിരുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഇന്നങ്ങ് ജനപ്രളയമാണ്. ഈ ഒരു ഏരിയ മൊത്തം ബ്ലോക്കാണ് ശരിക്കും സൂപ്പ് കുടിക്കാൻ വന്ന ആളുകളെ കൊണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ആ വറുത്ത് കോരിക്കൊണ്ടിരുന്ന ചിക്കൻ സമൂസ. ഇങ്ങനെ 2 എണ്ണം 70 രൂപയാണ്. സോസും കൂടെ ഒഴിച്ചിട്ടാണ് തരിക. ആ ചിക്കൻ സമൂസയുടെ ഉള്ളിലുള്ള ഫില്ലിങ്സ് കണ്ടോ. ഇതിപ്പോൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. നിസാം സൂപ്പ് സ്റ്റോൾ എന്ന് അടിച്ചാൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇടിയെടുക്കാൻ വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കോഫിയുടെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഭയങ്കര ടെംപ്റ്റേഷൻ. കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ഇതായിട്ട് ഇവിടെ വന്ന് കോഫി മേടിച്ചു. കോഫി ബാർ എന്നാണ് കടയുടെ പേര്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ മട്ടൻ സൂപ്പ് കടയുടെ തൊട്ടിപ്പുറത്തായിട്ട്. അങ്ങനെ വന്ന് കോഫി മേടിച്ചു. 25 രൂപയാണ് കോഫിക്ക്. നിങ്ങൾ കോഫി ലവർ ആണെങ്കിൽ ഈ പരിസരത്ത് എവിടെ വന്നാലും അറിയാതെ ഇവിടെ വന്ന് കോഫി കുടിക്കും. അമ്മാതിരി ഒരു സ്മെല്ല. എനിക്ക് ശരിക്കും കോഫി ചായ ഒന്നും കുടിച്ചുകൂടാ, മീൻസ് പാലൊഴിച്ചുള്ളതൊന്നും കുടിച്ചുകൂടാ. കാരണം ഭയങ്കര അലർജിക് തുമ്മലായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാനൊരു ആയുർവേദിക് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതിന് എന്നോട് കുടിക്കരുത്, ഒഴിവാക്കണം എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ. ഒന്ന് തണുപ്പും പിന്നെ പാലുമാണ്. ലാക്ടോസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എൻ്റെ തുമ്മൽ മാറി കേട്ടോ. 3 മാസമായി മരുന്ന് കഴിക്കണം. കംപ്ലീറ്റ് റിസൾട്ടാണ്. നമ്മളിങ്ങനെ കുറഞ്ഞു എന്നല്ല, മാറി അങ്ങനെ തന്നെ പറയണം. ഭയങ്കര റിലീഫാണ്. പക്ഷേ ഒഴിവാക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട സാധനമാണിത്. എനിക്ക് അതിൻ്റെ കൺട്രോൾ പോയിട്ടാണ് കുടിക്കുന്നത്. അത്രയ്ക്കും മണമാണ് ആ കോഫി പൗഡറിൻ്റെ. കോഫി ലവറാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് കുടിച്ചോട്ടാ. അങ്ങനെ പോണ്ടിച്ചേരിയിലെ 3ാമത്തെ ദിവസം. ഇത് നിൽക്കുന്ന സ്ഥലം സേക്രഡ് ഹാർട്ട് ബസിലിക്ക.
നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഒരുപാട് വർഷം പഴക്കമുണ്ടോ 1907 എന്തോ ആണ് ഇതിൻ്റെ ആദ്യത്തെ കുർബാന നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളോളം നിലനിൽക്കുന്ന പല ചർച്ചുകളും അല്ലെങ്കിൽ അമ്പലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആർക്കിടെക്ചറൽ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൊത്തുപണികളായാലും എല്ലാം. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ആദ്യം കണ്ണിലേക്ക് ഓടി വരുന്നത് അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ആ നിർമ്മിതികളൊക്കെയാണ്. ചിലപ്പോൾ ഇനി കാലം പോകെ ഇങ്ങനെയുള്ള പഴയ ഇതൊക്കെ തന്നെ കണ്ട് നമ്മൾ കാരണം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒരു ടെക്നോളജിയുടെയും സഹായവും ഇല്ലാതെ, അതാണ് അതിശയം. നമുക്കിന്ന് JCBയും പലതരത്തിലുള്ള മെഷീനുകളും ഒക്കെ ഉണ്ട്. അവിടെ ഈ പള്ളിക്കകത്തൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റ് ഇട്ടിരിക്കുകയല്ല, കളറുള്ള ഗ്ലാസ്സുകൾ സൺലൈറ്റ് വരുന്നതിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ്, കളറുകൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളതൊക്കെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടുകൂടി, ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും ആ പള്ളിക്കകത്ത് നല്ലൊരു ലൈറ്റാണ്. തൊട്ടടുത്ത് വേറൊരു ടെമ്പിളും കൂടി ഉണ്ട്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഒരുപാട് വിദേശീയരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് അതിനെപ്പറ്റി അവർ പഠിക്കുകയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും അവർ തമ്മിൽ അവരുടെ കൂടെ ഗൈഡൊക്കെ ഉണ്ട്, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ പ്രാധാന്യം നേടിയിട്ടുള്ള ഇത്തരം ഇടങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു വെക്കേണ്ടത് കൂടിയാണ്. എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്, ഞാൻ സെൻറ്റ് തോമസിലാണ് പഠിച്ചത്. അപ്പോൾ അതൊരു ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ മാത്സ് ടീച്ചറുണ്ട്, മേരി ടീച്ചർ ഞങ്ങളെയും കൊണ്ട് ചർച്ചയിൽ പോകും. നടന്നിട്ടാണ് പോവുക, മലയാറ്റൂർ പള്ളി അങ്ങാടിയിലുള്ള താഴത്തെ പള്ളിയിലേക്ക്. അത് പോയിട്ട് ഒരു 1/4 മണിക്കൂർ അവിടെ ഇങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി എല്ലാവരും മുട്ടിൽ അങ്ങനെ നിൽക്കും. പക്ഷെ ഇപ്പോഴും എനിക്കങ്ങനെ മുട്ടുകുത്തിയത് നിൽക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ചെറുപ്പത്തിൽ കുറേ വർഷങ്ങളോളം അങ്ങനെ ചെയ്തുകൊണ്ടൊക്കെയാവും. അപ്പോൾ നമ്മളന്ന് ആ ചെറുപ്പകാലത്ത് നമുക്കങ്ങനെ ജാതി മതം അതിൻ്റെ സ്ഥാനത്തിലൊന്നുമല്ല. ഞാൻ പഠിച്ചത് 10th വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാസത്തിൽ 2nd സാറ്റർഡേ ധ്യാനം കൂടണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെയാണ് വരിക. ഇപ്പോഴും അന്ന് ടീച്ചർ പഠിപ്പിച്ച് തന്ന കുറേ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഒരു വരി തെറ്റാതെ ആദ്യം മുതൽ അവസാനം വരെ പാടാനൊക്കെ പറ്റും. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു രാവിലെ തന്നെയല്ലേ ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് അരബിന്ദോ ആശ്രമത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിലായിട്ട് തന്നെ, അതായത് ബസലിക്കയുടെ തൊട്ടിപ്പുറത്തായിട്ട്. അരബിന്ദോ ആശ്രമത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ പക്ഷേ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡല്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അകത്തുനിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിർവാഹമില്ല, അത് വന്ന് തന്നെ കാണണം. അപ്പോൾ പിന്നെ കൽക്കട്ടയിൽ ജനിച്ച ആളാണ് കേട്ടോ ശ്രീ അരബിന്ദോ ഘോഷ്. ഞാനൊക്കെ അരബിന്ദോ എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു, പിന്നെ ഫിലോസഫറാണ്, ഒരു യോഗിയാണ്, അങ്ങനെ കുറേ രീതിയിൽ നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇവിടെ പോണ്ടിച്ചേരിയിൽ വന്നിട്ട് അരബിന്ദോ ആശ്രമം. പോയിട്ടുണ്ട് ഇതിനു മുമ്പ് 2 പ്രാവശ്യം വരുമ്പോഴും. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ആരും ഇങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല, ഭയങ്കര സൈലൻസ് ആണ്. അതായത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയില്ല, അതുമാതിരിയാണ്. ഇതുപോലെയുള്ള കുറേ ശംഖും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ വെക്കും. വലംപിരി ശംഖ്, ഇടംപിരി ശംഖ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. ഒരു ബീച്ച് സൈഡും കൂടിയാണല്ലോ. കന്യാകുമാരി പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 300 രൂപ എന്നൊക്കെ പറയുന്നത്. അക്വേറിയത്തിലൊക്കെ വെക്കാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാറുണ്ട്. നോക്കട്ടെ. ഒറിജിനൽ ഇത് വെച്ചുള്ള കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് കണ്ട, നമ്മുടെ കവടി ആ സൈസാണിത്. കവടി ശംഖ് എന്ത് രസമല്ലേ, സൗണ്ടൊക്കെ ഉണ്ട്. ഇത് എത്രയാണ്? 1200. ഇത് 500. 1200. ഇതും ഇത് 1000. ഇത് 500. ഇത് 500. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഹെൽത്തൊക്കെ വയ്ക്കും. 500. ഇങ്ങനെ ഓരോ ഇതാണ് പറയുന്നത്, ബിസിനസ്സിന്, ഹെൽത്ത്. ഇത് എന്തിനുള്ളതാണ്? ദൃഷ്ടി. കൺദൃഷ്ടി, അങ്ങനെ ഓരോരോ ഇതിനവർ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ വെക്കുന്നതാണ് അത്ര, അതാണ് വിശ്വാസം. ഇത് കണ്ടോ, ഇവിടെ നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ കുറേ പോണ്ടിച്ചേരിയുടെ നല്ല രസമുള്ളതേ. എന്താ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത് ഇതാണ്. 100 രൂപയാണ് കേട്ടോ ഇങ്ങനെ പോണ്ടിച്ചേരി. കാരണം നമ്മളിവിടെ എല്ലാം കറങ്ങിയത് സ്കൂട്ടറിലല്ലേ. മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ ആളുകളും തന്നെ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് അത് മേടിച്ചു.
പോണ്ടിച്ചേരിയിൽ വന്ന നല്ല ഫോട്ടോസ് എടുക്കലും കൂടെ നമ്മുടെ ഒരു ഉദ്ദേശമാണല്ലോ. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ആളുകൾക്ക് പറ്റിയ കുറേ സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. നമ്മൾ അതുപോലൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ തന്നെ വരുന്നത് നമ്മുടെ ഫ്രഞ്ച് കോളനിയുടെയും അതുപോലെ തന്നെ ബീച്ചിൻ്റെയും ഒക്കെ ആ സൈഡിൽ കൂടിയുള്ള വഴികളാണ്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചത്, ഇതുപോലത്തെ കുറേ വഴികളുണ്ട്. എല്ലാ വഴികളിലും നിറഞ്ഞു നിൽക്കുന്ന ബോഗൺവില്ല പൂക്കളും മരങ്ങളും ഇതുപോലെയുള്ള ഭംഗിയുള്ള ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രഞ്ച് മോഡലിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകൾ, പഴയ കഫേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു ഹെറിറ്റേജ് ഒരു ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടും കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു താരതമ്യേന നമുക്ക് പോണ്ടിയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടാവും ഇതൊക്കെ കിട്ടുക. കാരണം അങ്ങനത്തെയുള്ള ഹെറിറ്റേജ് റിസോർട്ടുകളൊക്കെ പോലത്തെയാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മറക്കണ്ട. ഇത്രയും ഭംഗിയിൽ ചിലപ്പോൾ വേറെ ഒരിടത്തും കിട്ടിയെന്നും വരില്ല.